ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ തൃശ്ശൂർക്കാരുടെ തേങ്ങാപ്പാലൊഴിച്ച പച്ചച്ചെമ്മീൻ കൂട്ടാനാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കാൻ പ്രോൺസ്, പച്ചച്ചെമ്മീൻ ഒരു 400 ഗ്രാം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതാണ്. പിന്നെ തേങ്ങാപ്പാൽ വേണം. 1.5 കപ്പ് തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ പാലെടുക്കുക. പിന്നെ രണ്ടാം പാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ആക്കിയെടുക്കാം. പിന്നെ 3 കുടംപുളി കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, സബോള, പിന്നെ ചെറിയുള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചത് ലാസ്റ്റ് കാച്ചാനാട്ടോ, കൂട്ടാൻ കാച്ചാൻ. ചെമ്മീൻ ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യുക. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചുവന്നുള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത് പുളിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ പുളിയിട്ട് വെച്ച വെള്ളമില്ലേ അതും ഒഴിക്കുക. പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ, 2ാം പാൽ, 3ാം പാൽ, ആ സെക്ഷൻ ഉണ്ടല്ലോ, അതും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായി തിളച്ച് വരണം. ഉപ്പ് പാകമല്ലേ എന്നൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം പാകത്തിനല്ലേ നോക്കിയിട്ട് ഇറങ്ങിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അധികം നേരം വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ തന്നെ പ്രോൺസ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ഞാൻ തൃശ്ശൂർ സ്റ്റൈലിലാണ് വെക്കുന്നത്. കുടംപുളിക്ക് പകരം മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ നന്നായി കുറച്ച് വെച്ചിട്ട് 1ാം പാൽ ഒഴിക്കുക. 1ാം പാൽ ഒഴിച്ചാൽ നന്നായി ഇളക്കി കൊടുക്കണം, കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. എന്നിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കൂട്ടാൻ നമുക്ക് കാച്ചി ഒഴിക്കാം. മെയിനായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ച് ഇച്ചിരി മുളകും കൂടെ ചേർത്തിട്ട് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കറിയിൽ ഒഴിച്ച് താളിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് വയ്ക്കണം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല കുറുകി ചാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി തൃശ്ശൂർ സ്റ്റൈൽ ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.